ബിസിനസ് ഓർഗനൈസേഷൻ. വെറൈറ്റി ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അതായത് ഇതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ബിസിനസ് ഓർഗനൈസേഷനിൽ വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ് ഓർഗനൈസേഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യമേ തന്നെ ഞാനൊരു കഥ പറഞ്ഞിട്ട് തുടങ്ങും. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു നാട്ടിൽ ഗുജറാത്ത് ഓടിക്കും. നാട്ടിൽ ഒരുപാട് ക്ഷീര കർഷകരുണ്ട്, പാൽ ഉത്പാദിപ്പിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവര് പശുവിനെ കറന്ന് അതിന്റെ പാല് വിറ്റിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ നാട്ടിലെ എല്ലാവരും പശുവിനെ വാങ്ങാൻ തുടങ്ങി. അപ്പോൾ പാലിന്റെ ഉത്പാദനം കൂടി ആ നാട്ടിലെ പാലിന്റെ പുറത്തുനിന്നുള്ള പാക്കറ്റുകൾ വരാൻ തുടങ്ങി. അപ്പോൾ ക്ഷീര കർഷകർക്ക് പാല് പ്രോപ്പറായിട്ട് വിൽക്കാൻ പറ്റുന്ന അവസ്ഥ ക്ഷീരകർഷകർക്ക് പാല് പ്രോപ്പറായിട്ട് വിൽക്കാൻ പറ്റുന്ന അവസ്ഥ വരുമ്പോൾ ഈ ക്ഷീരകർഷകരെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് ഒരു ഗ്രൂപ്പായി അവരവരുടെ പാല് കറന്ന് ഒരുമിച്ച് അളന്ന് ഒരുമിച്ച് പ്രോസസ് ചെയ്ത് ഒരു ബ്രാൻഡാക്കി വിൽക്കാൻ തുടങ്ങി അവരെല്ലാവർക്കും. അങ്ങനെ അത് തുടങ്ങിയത് മറ്റൊരാളുടെ നേതൃത്വത്തിലേക്കാണ്. അങ്ങനെ തുടങ്ങി അത് വളർന്ന് വലുതായി അതങ്ങനെ ഒരു വലിയ ബ്രാൻഡാണ്. പിന്നെ ഭാവി പിൽക്കാലത്ത് അമൂൽ എന്നറിയപ്പെടുന്നത്. അമൂൽ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിക്കാം. നിങ്ങൾ നിശ്ചയിച്ച് കാണുന്നവരായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഒരു ബിസിനസ് ആണെന്നും ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ഉപയോഗിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലേ മിൽമയുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ ഉപയോഗിച്ചു. അടുത്തതാണ് ത്രിവേണി സൂപ്പർ മാർക്കറ്റ്. ത്രിവേണി സൂപ്പർ മാർക്കറ്റുകൾ നിങ്ങൾ പോയിട്ടില്ലേ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളാണ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റി അതായത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ, ഊരാളുങ്കൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. പിന്നെ നിൽമ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. മറ്റൊരു ബിസിനസ് ഓർഗനൈസേഷൻ വ്യത്യസ്തമാണെന്നാണ് പഠിക്കുന്നത്. ഒരു കൂട്ടം ആൾക്കാർ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ശ്രദ്ധിച്ചോ, ഇതാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഒരു കൂട്ടം ആൾക്കാർ അവരുടെ ലാഭത്തിന് വേണ്ടി ചേർന്ന് പ്രവർത്തിച്ച് അങ്ങനെ ചെയ്യുന്നതിനാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളത്. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡെഫിനിഷൻ നമുക്ക് കേൾക്കാം. കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ മറ്റ് ബിസിനസ്സുകളൊക്കെ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? ഈ പിക്ചർ ക്യൂ എന്ന് പറയുന്നത് പവർഫുൾ. അപ്പൊ അതോറിറ്റി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് പവറാണ് ഉദ്ദേശിക്കുന്നത്. അതോറിറ്റി റെസ്പോൺസിബിലിറ്റി, അതായത് ഒരുമിച്ചുള്ള വസ്തു. ഒരു കോയിന്റെ രണ്ട് സൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സൈഡ് മാത്രം അത് കോയിൻ ആവില്ല, രണ്ട് സൈഡും വേണം. ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ഇന്റർലിങ്ക് ആണ്. അതോറിറ്റി എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യിക്കാനുള്ള പവർ. അതായത് ഒരു സ്കാം ചെയ്യാനൊക്കെ വരുന്ന സംഭവം, ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നു അക്കൗണ്ടിങ്ങിനെ പറ്റിയാണ്. അക്കൗണ്ടിങ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ് പ്രിൻസിപ്പിളൊക്കെ ഓർക്കില്ല. അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷനൊക്കെ നമ്മൾ പറഞ്ഞോട്ടോ. അക്കൗണ്ടിങ് ഇസ് ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്. ഞാൻ ഇവിടെ പഠിപ്പിക്കുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ വിദ്യാർത്ഥികൾ നന്നായി മനസ്സിലാക്കി കൊടുക്കുക. എന്നെ ഏൽപ്പിച്ച പോർഷൻസ് കറക്റ്റായിട്ട് കൂടിയാണ്. ഇതൊക്കെ എനിക്ക് എന്തായിട്ട് റെസ്പോൺസിബിലിറ്റി. അതേപോലെ